ഡോക്ടർ മോഹൻ വർഗീസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം എന്ന് തന്നെയല്ലേ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നത്? ഇത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണ്. ഇപ്പോൾ ഭാരതത്തിന്റെ നയതന്ത്ര രംഗത്തിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കറും എല്ലാം ചേർന്ന ടീം അമേരിക്കയുടെ മേൽ വേണ്ട രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായത്. ഏതാണ്ട് 48ഓളം രാജ്യങ്ങളുമായി ഭാരതത്തിന് എക്സ്ട്രഡിഷൻ ട്രീറ്റീസ് ഉണ്ട്. അതായത് കുറ്റവാളികളെ കൈമാറാനുള്ള ട്രീറ്റീസാണ്. അതിൽ യഥാർത്ഥത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങളുമായിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ കുറ്റവാളി കൈമാറ്റം നടക്കുന്നുള്ളൂ. അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലുമൊക്കെ ഭാരതം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറ്റവാളികൾ പലരും യഥേഷ്ടം ബഹിരിക്കുന്ന ഒരു പതിവായിരുന്നു മുൻപുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം, നയതന്ത്ര രംഗം ഉണർന്നു പ്രവർത്തിക്കുകയും ബോംബെ ഭീകരാക്രമണം 28/11, അതായത് നവംബർ മാസം 28, 2008 നടന്ന ഭീകരാക്രമണം, 166 പേരുടെ മരണത്തിൽ കലാശിച്ച ഭീകരാക്രമണത്തിന് അമേരിക്ക കനേഡിയൻ പൗരന്മാരായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും പ്രതികളാണ്. അത് മാത്രമല്ല, അവിടെ അമേരിക്കൻ നിയമവ്യവസ്ഥ അനുസരിച്ച് രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ ശിക്ഷ പൂർത്തിയായിട്ടില്ല. ഭാരതത്തിന് ആ കേസിൽ അവരെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തഹാവൂർ റാണയെ വിട്ടു തരുന്ന കാര്യം, എക്സ്ട്രഡിറ്റ് ചെയ്യുന്ന കാര്യം ശ്രീ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ അമേരിക്ക സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപുമായി ചേർന്ന് നടത്തിയ ജോയിന്റ് പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അദ്ദേഹത്തെ വിട്ടുകിട്ടും. അതിനുള്ള നിയമ പോരാട്ടത്തിലാണ്. കാരണം അവിടെ സുപ്രീം കോടതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യക്ക് കൈമാറിയാൽ പാക് വംശജനും മുൻപ് പാകിസ്ഥാൻ പൗരനും ഒക്കെ ആയിരുന്ന, പിന്നീട് കാനഡയിലേക്ക് അവിടുത്തെ പാകിസ്ഥാൻ ആർമിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച് പിന്നീട് ISIയുമായി ബന്ധമൊക്കെ ഉണ്ടായി കാനഡയിലേക്ക് കുടിയേറി അമേരിക്കയിൽ ഷിക്കാഗോയിൽ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ റിക്രൂട്ട്മെന്റ് ഏജൻസികളും അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷൻ വകുപ്പും എല്ലാം തുടങ്ങി. ഇങ്ങനെ ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാനഡയിൽ ഇരുന്നു കൊണ്ടും അമേരിക്കയിൽ ഇരുന്നു കൊണ്ടും നിയന്ത്രിക്കുകയും പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ഏജന്റായി പ്രവർത്തിച്ച് ലഷ്കർ-ഇ-തോയ്ബയുടെ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുകയും ഭാരതത്തിൽ പല പ്രാവശ്യം വന്ന് ഭീകരാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി അതിന്റെ ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ് എല്ലാം നടത്തിയ തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും. ഇതിൽ തഹാവൂർ റാണയാണ്. ഇപ്പോൾ അദ്ദേഹം വിമാനത്തിലാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അദ്ദേഹത്തെ വിമാനത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലോ നാളെ പുലർച്ചെയോ അദ്ദേഹം ഡൽഹിയിൽ എത്തപ്പെടും. തിഹാർ ജയിലിലേക്കോ അല്ലെങ്കിൽ ബോംബെയിലെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്കോ അദ്ദേഹത്തെ മാറ്റാനാണ് സാധ്യത. അതുകൊണ്ട് നയതന്ത്ര രംഗത്തെ ഭാരതം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ സൂചന. കാരണം ഭാരതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി വേണ്ട രീതിയിൽ ഇസ്രായേൽ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെയോ കർശനമായ ദേശീയ സുരക്ഷ ആ രാജ്യം തേടുന്ന രാജ്യവിരുദ്ധരെ അല്ലെങ്കിൽ ഭീകരവാദികളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരികയോ അവിടെ ചെന്ന് കൈകാര്യം ചെയ്യുകയോ ചെയ്യാൻ മുൻകാലങ്ങളിൽ ഭാരതം ഇച്ഛാശക്തി കാട്ടിയിരുന്നില്ല എന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഭാരതം, നവഭാരതം അല്ലെങ്കിൽ പുതിയ ഉണർന്നെഴുന്നേറ്റ തടകുടഞ്ഞെഴുന്നേക്കുന്ന ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും അതുപോലെ നമ്മുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റും നാഷണൽ സെക്യൂരിറ്റി ചുമതലയുള്ള അജിത് ഡോവലും എല്ലാം ചേർന്ന് യഥാർത്ഥത്തിൽ ഒന്നാം തരമായ നീക്കങ്ങളായ നയതന്ത്ര തലത്തിലും രാഷ്ട്രീയ സമ്മർദ്ദവും നയതന്ത്ര സമ്മർദ്ദവും ഒരുപോലെ ചെലുത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു തുടക്കമായി വേണമെങ്കിൽ കരുതാം. എക്സ്ട്രഡിഷൻ വളരെ കോമൺ ആയ ഒരു കാര്യമല്ല. അപ്പൊ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെയാണ് ഇനി കിട്ടാനുള്ളത്. അല്ലെങ്കിൽ തഹാവൂർ റാണയെ ഇപ്പോൾ ലഭിക്കുന്നു. ഇദ്ദേഹത്തിൽ നിന്നും മൊഴി ലഭിക്കുമ്പോൾ അനേകർ പല രാജ്യങ്ങളായി ഒരുപക്ഷെ ഈ അഭയം തേടിയിട്ടുണ്ടാവാം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ NIAയുടെ അന്വേഷണം നടക്കണം. ഇവിടെ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടണം. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ സാധിക്കണം. ആകപ്പാടെ നേരിട്ട് ബോംബെ ആക്രമണത്തിൽ പിടികൂടിയത് ആമിർ അജ്മൽ കസബാണ്. അപ്പൊ അദ്ദേഹം തീർച്ചയായും നേരിട്ട് പങ്കെടുത്തയാളാണ്. 10 ഭീകരർ, 9 പേര് വധിക്കപ്പെട്ടു, ഒരാൾ ജീവനോടെ പിടികൂടി. അദ്ദേഹം വിചാരണ ചെയ്തു, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇതിന്റെ സൂത്രധാരൻ, മറ്റവരൊക്കെ ഈ വധിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നവര് അതിന്റെ കൂലിപ്പട്ടാളമാണ്, കാലാൾപ്പട്ടാളമാണ്. പക്ഷെ ഇതിന്റെ ബുദ്ധി കേന്ദ്രമായ തഹാവൂർ റാണ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം വരുമ്പോൾ ചുരുളഴിയാതെ കിടക്കുന്ന അനേക ഭീകര നീക്കങ്ങൾ ഇപ്പോൾ വെളിയിൽ വരാനാണ് സാധ്യത. അതെ.